ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കാബേജൊക്കെ മഴയൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ നീ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാന്നേ. ഇനി ഇതൊക്കെ അതേണ്ടത് ഒരെണ്ണം മൊത്തവും പോയി അളിഞ്ഞു പോയി. അതൊക്കെ ഇനി പറിച്ചോളാം. ഭയങ്കര സ്മെല്ലാണ് ഇതിങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും. അപ്പം നമ്മുടെ ഈ കാബേജ് കുഴപ്പമില്ല. അതൊക്കെ കാബേജ് എല്ലാം ഒടിച്ചെടുത്തേച്ചേ വല്ല കറിയും വെക്കാം. വെറുതെ കളയുന്ന എന്നാത്തിനാ. നിലത്തൂടെ നീറായല്ലോ. കോവയ്ക്ക പറിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാം കോവയ്ക്ക വിളഞ്ഞ് കിടക്കുന്നു. കാബേജിൻ്റെ ഇത് ഇവിടുന്ന് കളയണം, ഇല്ലെങ്കിൽ ഇവിടെ വീണ് സ്മെല്ലാകും. ഈ ഇലയും വാരി കളയണം ഇവിടുന്ന്. അളിഞ്ഞ നാറ്റം അങ്ങ്. ഇത് കണ്ടു, ഇതിൻ്റെ ഇല മുഴുവൻ കണ്ട് ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നു കേട്ടോ. ഇതെല്ലാം ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. ഇവിടെ കിടന്ന് മഴ വരുമ്പം മഴ നനഞ്ഞ് ഇവിടെ കിടന്ന് അലഞ്ഞു കണ്ടല്ലോ, ഭയങ്കര പാട്. എന്നതിനടി അവനെ വിളിക്കുന്നേ? എന്നതിനാ അവനെ വിളിക്കുന്നേ? പറയത്തില്ലേ? അതിനാ പറയാത്തെ? എനിക്ക് ചെവിക്ക് കേൾവിക്കുറവൊന്നുമില്ല. കണ്ണാ ഒന്നിങ്ങി വന്നേ. എന്നത്തിനാ കണ്ണൻ ഒന്നിങ്ങി വരുന്നേ? അവന്റെ ചോദ്യം കേട്ടെ. എന്താ എവിടെ? നല്ല കാര്യം, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ നല്ലതാണ്. വണ്ടർലായി പോയി, വേറെ പണിയില്ല. എന്നാ വെച്ച് തൊണ്ട് ചെറിയൊന്നു എന്നാ നിന്നെ ഞാൻ ആദ്യം എറിയട്ടെ. ചുമ്മാ ഇടട്ടെ, ഒരു രസം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എറിയുമ്പോൾ ഒരു സുഖം, ഇങ്ങനെ മുറുക്കി എറിയുമ്പോൾ ഒരു സുഖം. ഇല്ല, എനിക്ക് ഫീലായി. ഇല്ല, ആവശ്യം വരത്തില്ല. എനിക്ക് ഫീലായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല മക്കളെ. അതിൽ നിന്ന് പിന്മാറുന്ന പരിപാടിയില്ല. നിങ്ങൾ അച്ഛനും മക്കളും ഒറ്റ കെട്ടാക്കിയിട്ട് എനിക്കിട്ട് പണിയുന്നോ? ക്ഷമിക്കണോ? എങ്ങനെ ക്ഷമിക്കണം? എവിടെ? ഞാൻ പറയത്തില്ല. പോയിട്ട് വൈകിട്ട് സിനിമയ്ക്ക് പോകുന്നില്ല, അച്ഛൻ പോകത്തില്ല എന്ന് പറയാം. നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കണം അല്ലേ? സൗകര്യമില്ല. പെണ്ണ് എന്നെ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും വരും, നല്ല കൃത്യമായിട്ട് വരും. അമ്പോറ്റീച്ചൻ്റെ അടുത്ത് പോയിട്ടോ, അവർ കല്യാണത്തിന് പോയേക്കുക. ഉച്ചയ്ക്ക് ചോറുകൊണ്ട് കൊടുക്കണ്ട. അമ്പോറ്റീച്ചൻ പോയിട്ടില്ല, അമ്മലയും ദീപവും പിള്ളേരും പോയി. എന്നിട്ട് രാത്രിയിലൊക്കെ മഴ പെയ്തുകൊണ്ട് ഇവിടെ എല്ലാം വെള്ളം. ഇപ്പം കാറ് കഴിയേണ്ടതാന്ന് തോന്നുന്നു. എൻ്റെ ആമ്പല് ഇലയൊന്നും കാണുന്നില്ലല്ലോ, ഇതിനകത്തെങ്ങാണ്ടൊക്കെ ഉണ്ട്. ഈ പായൽ ഭയങ്കര വെട്ടങ്ങായി. ഇത് വാരി കുറച്ച് ഇങ്ങോട്ടിടട്ടെ. ആ മീനിനൊരു തീറ്റയാട്ടെ. ഇതൊരു ശകലം മതി കേട്ടോ ഈ പാൽ. ഒരു നുള്ളി ഇതിനകത്ത് ഇട്ടതാ, ഇത്രയായി. ഇച്ചിരിയേ ഇട്ടതാ, മുഴുവനും ഇതിനകത്തായി. ആര്? അച്ഛന് ഭയങ്കര ദേഷ്യമായിട്ടിരിക്കും അമ്മേനെ. എന്നെ ചെയ്യുന്ന പറഞ്ഞേ? അതാ നല്ലത്. ഇതെല്ലാം കോവയ്ക്ക പഴുത്ത് കിടക്കുന്ന. ഈ പഴുത്ത് കിടക്കുന്ന കോവയ്ക്കൊക്കെ പറിച്ച് കളഞ്ഞിട്ട് പച്ചക്കോവയ്ക്ക എല്ലാം പറിച്ചെടുക്കുക. ആയിക്കോട്ടെ, ഇരിക്കട്ടെ. ഒരു വ്യത്യാസവും ഇല്ല, സൗണ്ടിന് വ്യത്യാസമില്ല, ഒരു ദോഷവും ഇല്ല. എന്നിട്ട് പൊടി എടുത്ത് അവിടെ ദോഷം എന്ന് നോക്കും, ഓരോരോ ദോഷങ്ങൾ. ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കാബേജ് അരിഞ്ഞെടുത്ത് ഇതിലൂടെ സവോളയും പച്ചമുളകും കൂടെ ചേർക്കണം. പിന്നെ നമ്മുടെ ചുട്ടരച്ച
മുളക് ചുട്ടരച്ച ചമ്മന്തി, തേങ്ങ ചമ്മന്തി. അതിനുള്ള എല്ലാം എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് അരച്ചെടുക്കട്ടെ. എന്നാ ചൂടാണോ, സഹിക്കാൻ പറ്റുന്നില്ല. ചമ്മന്തി എല്ലാം അരച്ച് കഴിഞ്ഞു കേട്ടോ. കല്ലിൽ അരയ്ക്കുന്ന ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന പോലല്ല. കല്ലിൽ അരയ്ക്കുമ്പോൾ ഒരു കറക്റ്റ് അരവും ഒരു പ്രത്യേക രുചിയാണ്. മിക്സിയിൽ അരയ്ക്കുന്നതിന് ശരിക്കും നമുക്കറിയാൻ പറ്റും മിക്സിയിൽ അരയ്ക്കുന്ന ചമ്മന്തിയും കല്ലിൽ അരയ്ക്കുന്ന ചമ്മന്തിയായിട്ടുള്ള വ്യത്യാസം. ഇനി കല്ല് കഴുകിയിടും കൂടെ ചെയ്യണം. പണ്ടുള്ളവർ പറയും നമ്മൾ എന്നെ അരച്ചാലും എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും കല്ല് കഴുകിയിടാതെ പോവില്ലെന്ന് പറയുന്നത്. ഇച്ചിരിയുടെ വെള്ളം എടുക്കട്ടെ. എന്ത് ഷോളൊന്നും വേണ്ടേ? അച്ചു അവള് തന്നെ കൊണ്ടുപോയിട്ട് വന്നോളൂ. നീ ഇവിടെ കഴിക്കും. ഇല്ല, അത് രണ്ടും കൂടെ മേടായിരിക്കും ബാബുച്ചേട്ടാ. ആ കവറും കൊളുത്തും കൂടെ ചേർത്ത് പിടിക്കണം. എന്നാ തൂക്കാത്രം മാത്രമായിട്ട് പിടിക്കേ. എടാ തൂക്കാത്രം അങ്ങ് എടുക്കടാ. അത് ഫ്രണ്ടിൽ അങ്ങ് തൂക്കിയിട. സൂക്ഷിച്ചു പോണം രണ്ടുപേരും. അവിടെ ആങ്ങളയ്ക്കും വെളിവില്ല. അതല്ലേ ഞാൻ പത്രാസ് ചോദിച്ച ഷവള് വേണ്ടേന്ന്. നീ ചുമ്മാ അലമ്പുണ്ടാക്കല്ലേ. അപ്പൂപ്പന് കഴിക്കാനുള്ളത് രണ്ടും കൂടെ കൊണ്ടുപോവുക. ചെല്ലു പോ. കോവയ്ക്ക മെഴുക്കോട്ടിയൊക്കെ റെഡിയായി. പിന്നെ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, മീൻ വറുത്തത്, കാബേജ് തോരൻ, പിന്നെ നമ്മുടെ
ചമ്മന്തി. ഇത്രയാണ് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ കേട്ടോ. കൊണ്ട് കൊടുത്തേച്ച് വന്നോ? ഇത്ര പെട്ടെന്ന് കൊടുത്തേച്ച് വന്നോ? അയ്യോ എന്റെ ഫോൺ തല്ലി പൊട്ടിക്കുന്നേ ചെറുക്കൻ. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര മഴയായിരുന്നു. നല്ല ഇടി വെട്ടിയുള്ള മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര തീ കത്തുന്ന പോലത്തെ ഇടിയായിരുന്നു. അപ്പൊ അച്ചു ആ സമയത്ത് മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ അപ്പൂപ്പൻ എടുത്തിട്ട് പോയി. അച്ഛനവിടെ തന്നെ ഉള്ളൂ. അപ്പൊ അച്ചു പറഞ്ഞു ഞാൻ അച്ഛന് കൂട്ടിരിക്കാൻ പോകുമ്പോൾ അച്ചു പോയി. പിന്നെ മഴയെല്ലാം കഴിഞ്ഞിട്ട് അവള് വന്നത്. ഇനിയിപ്പോൾ കണ്ണൻ രാത്രി അച്ഛന് കൂട്ടുകിടക്കാനായിട്ട് പോവാണ്. കണ്ണനെ ഇനി കൊണ്ടുവിടാനായിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ വലുതായിട്ടൊന്നുമില്ല, ഇതുപോലെ ചെറിയ വിശേഷങ്ങളൊക്കെ ഉള്ളൂ. അപ്പം എന്നോടാണ് എനിക്ക് ജയ ചേച്ചി ചോദിച്ചായിരുന്നു സിഫാഷൈൻ മേടിച്ച് തുണി മുക്കത്തില്ലേ, അതെല്ലാം എളുപ്പമെന്ന് ചോദിച്ചു. പക്ഷെ ആ പശ പറ്റത്തില്ല ചേച്ചി, മുണ്ടിന് നല്ല പശ വേണം ചേട്ടന്. അതിനാണ് ഈ കൂവപ്പൊടി മേടിച്ച് കുറുക്കി ഇങ്ങനെ പശ മുക്കുന്നത്. ആ തുണി നമ്മുടെ കൈ കൊണ്ടാണ്ടല്ലോ, കൈ മുറി അതുപോലെ കട്ട് ചെയ്യണം. അത്രയ്ക്ക് ഇതാണ് തേച്ച്. പിന്നെ എന്നോട് സുപ്രിയ പറഞ്ഞായിരുന്നു തുണി അത്രയും ചുളുങ്ങിയാൽ ഇതാകത്തില്ല. ഇല്ല, തേക്കുമ്പോൾ അവർ നനച്ചാണ് തേക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ നിവൃത്തി നല്ല ഇതായിട്ട് അവർ തേച്ചോളും. പിന്നെ ഈ പ്രാവശ്യം ഒന്നും കൂടെ നല്ലപോലെ പശയായിപ്പോയി. അപ്പോൾ അത് ഇച്ചിരി ഇതായിട്ട് ചേട്ടന് ഞാൻ വിരിച്ചിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് നിവൃത്തൊക്കെ ഇതായിട്ടൊക്കെ ഇടും. പക്ഷെ ചുളുങ്ങി ഇരുന്നാലും കുഴപ്പമില്ല, അവർ നല്ല ഇതായിട്ട് തേച്ച് തരും. പശ മുക്കുന്നതെല്ലാം വെളി കൊടുത്താണ് കൂടുതലും തേക്കുന്നത്, മുണ്ടല്ല. ഷർട്ട് പിന്നെ ചിലതേ ഉള്ളൂ ഇവിടെ തേക്കുന്ന പശ മുക്കിയത്. എന്നാലും നല്ല കട്ടിയുള്ള ഷർട്ടൊക്കെ വെളി കൊടുത്ത് തന്നെ തേക്കുക ചെയ്യുന്നത്. പിന്നെ ഇനി എന്നായിരുന്നു, പിന്നെ നമ്മുടെ സുപ്രിയ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നതായിട്ട് സുപ്രിയയ്ക്ക് നെഗറ്റീവ് കമന്റ് ഒക്കെ പറഞ്ഞു. അതൊക്കെ പറയട്ടെ എന്നേ, കുഴപ്പമില്ല. പറയുമ്പോൾ നമുക്ക് സപ്പോർട്ട് കൂടത്തേ ഉള്ളൂ. അപ്പൊ അവര് നമ്മളുടെ വീഡിയോ കാണാൻ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അത് കണ്ടേച്ചല്ലേ ഒരു കമന്റ് പറയുന്നത്. ഞാനിപ്പോ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മളിപ്പോ ഒരാളൊരു മോശം പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും. അതിൽ എന്താണ് ഒരു 3 മിനിറ്റിൽ അവരത് കാണാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ അവർ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചോളുക. പിന്നെ ശരിയാ, സുപ്രിയയുടെ മുടി വളരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ എന്നായിരുന്നു വേറെ അതിൻ്റെയൊക്കെ സുപ്രിയയുടെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ സുപ്രിയയുടെ സംസാരം, എനിക്കിഷ്ടമാണ്. എല്ലാവരും ഒരേപോലെ വീഡിയോ ചെയ്യാനാണെങ്കിൽ എല്ലാവരും കാണുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇപ്പം എൻ്റെ സംസാര രീതിയൊക്കെ വേറെയാണ്, ജയ ചേച്ചിയുടെ വേറെയാണ്, അതുപോലെ നമ്മുടെ എമ്മി കിച്ചൻ വേറെയാണ്, പിന്നെ ഒത്തിരി പേര് സ്വപ്നലോകം വേറെയാണ്, പിന്നെ നമ്മുടെ കുട്ടികൾക്കൊരു ചങ്ങാതിയിൽ അമ്മ പറയുന്ന വേറെയാണ്, അജിത ചേച്ചിയും ജയ ചേച്ചിയും ചേട്ടതി അനിയത്തി എന്നാൽ പോലും രണ്ടുപേരുടെ സംസാര രീതി രണ്ട് രീതിക്കാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ. ഓരോരുത്തരുടെയും വർത്തമാനം നമുക്ക് എനിക്ക് ഇഷ്ടമാണ്. ഇവരുടെ എല്ലാം വർത്തമാനം പറഞ്ഞേക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ജയ ചേച്ചിയുടെ വർത്തമാനം ഇഷ്ടമാണ്, അജിത ചേച്ചിയുടെ ഇഷ്ടമാണ്, സുപ്രിയയുടെ വർത്തമാനം ഇഷ്ടമാണ്. എല്ലാവരും പറയുന്നത് കേൾക്കേണ്ട. അതുപോലെ നമ്മുടെ ജോമ അവരെ, പിന്നെ നമ്മുടെ ശ്രീദേവി കമ്പിളി, അങ്ങനെ കുറെ പേരുണ്ട്. നമ്മളിങ്ങനെ കുറെ ഗ്യാങ് ആയിട്ട് കുറെ പേരുള്ളവരുടെ പേരാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആരുടെയും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. പിന്നെ നമ്മുടെ ഹരിത ഗാർഡന്, അങ്ങനെ കുറെ ചാനലുകളുണ്ടല്ലോ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരും അവരവരുടെ രീതിക്കാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരേപോലെ എല്ലാവരും പറയുമ്പോഴത്തേക്കും ബോറടിക്കത്തില്ല കേൾക്കുമ്പോഴത്തേക്ക്. അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അതൊക്കെ ചുമ്മാ ഇങ്ങനെ പറയിച്ചൊരു തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വീഡിയോ കണ്ടിരിക്കാൻ തോന്നുള്ളൂ. അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഇതിലൊക്കെ കൂടുതലൊക്കെ കേട്ടിച്ചിരിക്കുന്നവരാ ഞങ്ങളൊക്കെ. എനിക്കും ആദ്യമൊക്കെ ഭയങ്കര വിഷമം വരുമായിരുന്നു നെഗറ്റീവ് കമന്റ് ഒക്കെ വരുമ്പോഴേ. അതും പെണ്ണുങ്ങൾ തന്നെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നു. ഇവർ തന്നെയാണല്ലോ അതെന്നെ. ഇപ്പൊ പക്ഷെ ശീലമായി കേട്ടോ. ഇപ്പൊ അതൊക്കെ ശീലമായി. ഇപ്പൊ അത് കുഴപ്പമൊന്നുമില്ല. പറയുന്നവർ പറയട്ടെ എന്ന് നിൽക്കും. ചിലപ്പോൾ എനിക്ക് ഒരുപാട് സഹിക്കാൻ പറ്റാത്ത കമന്റ് ഒക്കെയാണ് ഞാനിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയും, മറ്റുള്ളവർ കാണണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് ചെയ്തേക്കും. പിന്നെ പറയുന്നവർ പറഞ്ഞു വെച്ച് പോട്ടെ എന്നൊരു ചിന്താഗതിയാണ് ഇപ്പം. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോകുന്നത് തന്നെ പോകുന്ന നല്ലത്. സുപ്രിയയുടെ ഈ വർത്തമാനം കേൾക്കാനാണ് കേട്ടോ നല്ല രസം. അതൊന്നും മൈൻഡ് ചെയ്യേ വേണ്ട, വിഷമിക്കേണ്ട. നമുക്ക് വീട്ടിലുള്ളൊരു സപ്പോർട്ട് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ. ജയ ചേച്ചി പറയുന്നത് വേറെ ആരും നമ്മളെ എന്നാ പറയും നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. വിശേഷങ്ങളൊക്കെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഞാൻ ഇനി സന്ധ്യ മയങ്ങാറായി. കണ്ണനെ കൊണ്ട് നേരത്തെ വിട്ടേച്ച് വരട്ടെ അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ വേണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ വേണം വരാനായിട്ട്. അപ്പം അതെല്ലാം ഒന്ന് ചെയ്തെല്ലാം നോക്കി എല്ലാം എടുത്തേച്ച് വരണം. എനിക്കൊന്ന് ചേട്ടന് ഇവിടെ ഇല്ല, അതുകൊണ്ട് അച്ഛനെ ഇവിടെ ഇരുത്തേച്ച് ഞാൻ പോകുന്നത്. അപ്പോൾ കണ്ണനെ കൊണ്ട് അല്ല അച്ഛൻ കൊണ്ട് വിടാമെന്ന് പറഞ്ഞു. പക്ഷെ മഴ പെയ്തേക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പേടി, അവിടെ ഇങ്ങനെ തെന്നി കിടപ്പുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും തന്നെ വിടാനൊരു പേടി. അപ്പം ഞാൻ കൊണ്ട് വിട്ടേച്ച് ഇപ്പം തന്നെ തിരിച്ചു വരും. അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാമേ. പിന്നെ നമ്മുടെ ജയചേച്ചി പറഞ്ഞ കാര്യം, ജയചേച്ചി പിന്നെ വീഡിയോ കണ്ടില്ല കേട്ടോ. ജയചേച്ചി മറന്നോ എന്നൊക്കെ ചോദിച്ചു. മറന്നിട്ടില്ല, ഒരിക്കലും മറക്കത്തില്ല ജയചേച്ചീനെ. ജയചേച്ചി പിന്നെ വീഡിയോ കണ്ടില്ല. പിന്നെ നമ്മുടെ ശിവാനിയെ കാണുന്നില്ല. പിന്നെ ആരാ നമ്മുടെ ശിവാനി, പിന്നെ രഞ്ജിനിയൊക്കെ എനിക്ക് നോക്കുന്ന അവധിയായതുകൊണ്ട് തകർത്ത് എല്ലാ ദിവസവും പിള്ളേർക്ക് ഡാൻസ് ക്ലാസ് എടുക്കാൻ തോന്നുന്നു. അതാന്ന് തോന്നുന്നു, അതുപോലെ തിരക്കാൻ തോന്നുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു വീഡിയോ അത് വരാത്തെന്ന് പറഞ്ഞായിരുന്നു.
പിന്നെ ആരായിരുന്നു നമ്മുടെ ശ്രീലത വരുന്നുണ്ട് കേട്ടോ. ശ്രീലത വരുന്നുണ്ട്. വിജിയേയും കാണുന്നില്ല, ബിജിയേയും കാണുന്നില്ല. ഇവർ രണ്ടുപേരെ അപൂർവങ്ങളായിട്ടേ കാണുന്നുള്ളൂ. ശ്രീലതയും ഇടയ്ക്കൊക്കെ ഒന്ന് വന്നിച്ച് പോകുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആരായിരുന്നു സ്ഥിരമായിട്ടൊക്കെ ഉണ്ടായിരുന്നത്? കുറെ പേരുണ്ടായിരുന്നു. അവരെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നുള്ളൂ. അവധിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും തിരക്കായി കാണും. സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്ക് എല്ലാവരും വരുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ.